ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ക്രിസ്മസ് ദിവസത്തെ ഒരു ഫുൾ ഡേ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയർ ആവാറായിട്ടുണ്ട്. എന്നാലും ഞാൻ ഇന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്, എല്ലാവരും ക്ഷമിക്കുക. അപ്പം അമ്മ വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വൈകി തന്നെയാണ് എണീറ്റത്. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയ പണികളൊന്നുമില്ല. പിന്നെ സുധിച്ചേട്ടൻ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള പണികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ക്യാബേജൊക്കെ വാട്ടിയിട്ടുണ്ട്. നൂലപ്പം മുട്ടക്കറിയാണ്. മുട്ടക്കറി ഞാനാണ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ നൂലപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തുമ്പി സുക്രൊന്നും എണീറ്റിട്ടേ ഇല്ല കേട്ടോ. സുധിച്ചേട്ടൻ എണീറ്റിട്ടില്ല. ഇനി അവരെയൊക്കെ ഒന്ന് കുത്തിപ്പൊക്കി എടുക്കണം. അങ്ങനെ കേട്ടോ. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയില്ല ഞാൻ ഇപ്പോഴാണ് എണീറ്റത്. ക്രിസ്മസ് ആയതുകൊണ്ട് മുടക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ വൈകുന്നേരം സിനിമക്കൊക്കെ പോയിരുന്നു. സീ ക്ലബ്ബൊക്കെ ഒന്ന് സിനിമക്ക് പോയിട്ടോ. കുള്ളൂലേക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുള്ളൂരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിർവചിക്കാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ട് പോയതാണ്. പക്ഷെ എനിക്ക് വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. 2 മണിക്കൂറുള്ള ആകെ 2 മണിക്കൂർ പടമുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് എണീറ്റത്. സുഷേണ് ഇന്ന് കടയിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ മുടക്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു. അപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത്. അങ്ങനെ അപ്പോൾ ഈ തുമ്പിയൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണുണ്ട്. പിന്നെ സുഷേനെ പോയിട്ടൊന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചു. മുട്ട വേണം? അമ്മാമ്മനോട് ചോദിക്കും. മുട്ടക്കൊതിയിലും മുട്ടക്കൊതിച്ചാണ് എൻ്റെ മക്കൾ കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, മുട്ടക്കറിയൊക്കെ ഇവിടെ സെറ്റ് ആകുന്നുണ്ട്. മുട്ടക്കറി ഞാനാണ് കേട്ടോ വെച്ചത്. ഞാൻ എണീറ്റപ്പോഴേക്കും അമ്മ നൂലപ്പവും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചാളക്കറി ഉണ്ടായിരുന്നു. ചാളക്കറി കാണിച്ചില്ലേ, ഞാൻ കാണിച്ചു തരാം. ചാളക്കറിയുടെ പകുതി ഉള്ളൂ കേട്ടോ. ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചതാണ്. എന്നിട്ട് എന്താ, മുട്ടക്കറി ആയിട്ട് ഇനി മീൻ വറുക്കണം. സുചേട്ടന് ചോറ് കൊടുത്തു വിടണം കേട്ടോ. പിന്നെ ക്രിസ്മസ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും വെക്കണുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ല. ഇനിയിപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ വരെ ബോധോദയം വന്നു കഴിഞ്ഞാൽ വല്ല ചിക്കനോ ബീഫോ മേടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എനിക്കൊരു വെളിവില്ലാണ്ടിങ്ങനെ നിൽക്കണമാണ്. റിലേയില്ല ഇപ്പം നീറ്റിട്ടുള്ളേ. അങ്ങനെ പിന്നെന്താ, ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നൊരു വട്ടയപ്പം ഉണ്ടാക്കണം എന്നുണ്ട്. കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട്. സുധിച്ചേട്ടനെ പിന്നെ കൊണ്ടുപോകാനായിട്ട് മീൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടാത്ത പോലെയാണ്. ആൾക്ക് മീൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ മാന്തലൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മാന്തൽ ഞാൻ കൂടുതൽ വെച്ചിട്ട് ചാള കുറച്ച് മാത്രം വെച്ചോളൂ കേട്ടോ. മാന്തലാണ് സുധിച്ചേട്ടന് കൂടുതൽ ഇഷ്ടം. പിന്നെ മാന്തൽ വറുക്കാനിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പിന്നെ എന്താ, എല്ലാതും സെറ്റായതിന് ശേഷം ഞാൻ അതേ സുധിച്ചേട്ടന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ പൊതിഞ്ഞെടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ സുധിച്ചേട്ടൻ പോണ നേരം കൊണ്ട് ദേ അമ്മ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അമ്മ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ കഴിച്ചോളൂ കേട്ടോ. അതിനൊരു നാക്ക് നമുക്ക്. ഞാൻ കേക്ക് മേടിച്ചെങ്കിലും കട്ട് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല രാവിലെ തന്നെ. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞത് അമ്മയാണ് കേട്ടോ. ഞങ്ങളൊരു കുഞ്ഞി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കുഞ്ഞൊരു ക്യാരറ്റ് പുഡിംഗ് കേക്കാണ്. ഡേറ്റ്സും ഉണ്ട് കേട്ടോ. ക്യാരറ്റ് ഡേറ്റ്സ് പുഡിങ്. അപ്പം അതൊന്ന് വെറുതെ ക്രിസ്മസ് ആയല്ലേ, അപ്പോൾ പിള്ളേരെ കൊണ്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കാം. ഈ റെഡ് സെറ്റപ്പൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് അമ്മ സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ വൈകുന്നേരം സുധിച്ചേട്ടൻ വന്നിട്ട് മുറിക്കാം എന്നുള്ള ഇതിന് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ അമ്മ പറഞ്ഞു രാവിലെ സുധി പോണേന് മുന്നേ തന്നെ നമുക്ക് മുറിക്കാം, നിങ്ങൾ 4 പേരും റെഡൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഒരു കേക്ക് മുറിക്കണം, അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ ഇടാലോ എന്നും പറഞ്ഞിട്ട് അമ്മക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റെഡുള്ള തുമ്പിടെ സുക്രൂൻ്റെ കളിക്കണ സാധനങ്ങളൊക്കെ കൊണ്ട് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് അവസാനം ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോൾ നല്ല സൂപ്പറായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊരു ക്രിസ്മസ് ഫീലിലോട്ട് വന്നെന്ന് പറയാം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും ജസ്റ്റ് അങ്ങനെയൊന്നും മുറിക്കലൊന്നുമില്ല. നമ്മൾ ഓണവും വിഷുവൊക്കെയാണ് കൂടുതലായിട്ട് ആഘോഷിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ക്രിസ്മസും അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സുധിച്ചേട്ടൻ പോവുകയാണ്. പിന്നെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നത്. സുധിച്ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഹലോ, അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ചെറിയ രീതിയിൽ ഒരു സന്തോഷം, ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ സുധിച്ചേട്ടൻ പോയിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങളായിട്ട് ഒരു പരിപാടികളും ഇല്ല. പിന്നെ ചിക്കൻ മേടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം വയ്ക്കുള്ളൂ. ഞങ്ങൾക്ക് അമ്മയ്ക്കും പിള്ളേർക്കും കൂടെ തിന്നാനായിട്ട് ചാലക്കറി ഉണ്ട് ഗൈസ്. അപ്പോൾ സുധിച്ചേട്ടൻ വരുമ്പോഴേക്കും ചിക്കൻ കറി വെച്ചാൽ മതി. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതേ അവിടെ പിള്ളേർ സെറ്റൊക്കെ എന്തുവാ കേക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഇല്ലല്ലേ അമ്മ കേക്കിന്? അത് തന്നെയാണ് ഇത്. ക്യാരറ്റ് പുഡിംഗ് ആണ് ഇത്.
അങ്ങനെ നമ്മുടെ നൂലപ്പം മുട്ടക്കറി എടുത്തിട്ടുണ്ട്, ഒരു പുഴുങ്ങിയ പഴവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മുട്ടക്കറി നമ്മൾ പാലൊന്നും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് കഴിച്ചു കൂട്ടി തിന്നാം. നമ്മളെപ്പോഴും ഈ കുറുമയും കാര്യങ്ങളും ഉണ്ടാക്കണോണ്ട് അമ്മ പറഞ്ഞെന്ന് മോനെ മുളകിട്ട ആ ഒരു സംഭവം ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പഴം പുഴുങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അതേ കുറേ നേരം ടി വി കണ്ടിരുന്നു കേട്ടോ. ടി വിയിലെല്ലാം നല്ല സിനിമകളായിരുന്നു. മറ്റേ എന്നിട്ട് ആ ഗുരുവായൂർ അമ്പലനടയിൽ, മഞ്ഞുമ്മൽ ബോയ്സ്, അങ്ങനത്തെ നല്ല നല്ല സിനിമകളായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അത് കുറേ നേരം ഇരുന്ന് കണ്ടു. പിന്നെ വേറെ ഏതോ ഒരു സിനിമയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിന്നുമ്പോൾ എൻ്റെ 2 മക്കളും ഭക്ഷണം കഴിച്ചതാണെങ്കിൽ എൻ്റെ കൂടെ വന്നിരുന്ന് അതൊന്ന് ചക്കി മാന്തിയാലേ ഏറ്റവും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേമലുമാണ് കേട്ടോ സിനിമ. അതിന് ശേഷമാണ് ഗുരുവായൂർ അമ്പലനടയിൽ വന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഇതാണ് കേട്ടോ കഴിച്ചത്. കുറച്ചൊക്കെ വീഡിയോസ് എടുക്കുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ചോറിനാൻ പോവാണ്. ഫോണിൽ ചാർജ് കുറവാണ്. പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് വയ്ക്കലുള്ളൂ. എഡിറ്റ് ചെയ്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റണ്ടേ, അത് പറ്റുന്നില്ല. ഒരു 80% എൻ്റെ മടിയാണ്. ടൂർ പോയപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണമാണ്, ഭയങ്കര മടിയാണ്. ഒന്ന് ശരിക്കും പ്രോപ്പറായിട്ട് ഇടണം. അപ്പോൾ 2 ദിവസമായിട്ട് കറക്റ്റായിട്ട് ഇടുന്നുണ്ട്, എന്നാലും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയി ചോറുന്നിട്ട് പറ്റേ ഫോണൊന്ന് കുത്തിയിടട്ടെ കേട്ടോ. ഹലോ, ഞാനിപ്പോൾ പുറത്തിറങ്ങിയേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം വേറെ ഒന്നല്ല, സുധിച്ചേട്ടൻ്റെ ജീൻസേ രാവിലെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടെറസിൽ കൊണ്ടിടാൻ പറഞ്ഞു സുധിച്ചേട്ടൻ. കാരണം നാളെ നമുക്ക് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് ഈ ജീൻസ് തന്നെ ഇടണമെന്ന് ഭയങ്കര നിർബന്ധം. ഞാൻ പറഞ്ഞു വേറെ ജീൻസൊക്കെ ഇല്ലേ, പക്ഷേ ഈ കളർ തന്നെ ഇടണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കംഫർട്ടായിട്ടുള്ള ജീൻസാണ്. നല്ല ഒട്ടിങ്ങനെ ഭയങ്കരമായിട്ട് സുധിച്ചേട്ടന് ഇഷ്ടമല്ല പോലത്തെ ഒരു ജീൻസാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് ടെറസിൻ്റെ മുകളിൽ വെയിലത്തുകൊണ്ട് ഇടാൻ പറഞ്ഞു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നാണ്. പിന്നെ പിന്നെ നമുക്ക് ഒന്ന് കട വരെ പോകണം. ഒന്ന് പായസം വെക്കുന്നുണ്ട് കേട്ടോ. ജീൻസ് അവിടെ കിടക്കട്ടെ. ഇന്ന് പായസം വെക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചതാണേ. പക്ഷേ മിൽക്ക് മെയ്ഡ് മേടിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സാധനങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം മറക്കാതിരിക്കില്ല. അതെൻ്റെ ജന്മാവകാശമാണ് ആ ഒരു മറവി. അപ്പം അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡ് പോയി മേടിക്കട്ടെ കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി മേടിച്ചു, അരിപ്പൊടി വാങ്ങിച്ചു, പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്ത്. തലവേദന എടുക്കണം ഇത്രയും ദൂരം പോയി വന്നപ്പോൾ. കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് നമുക്ക് പായസം വെക്കാൻ തുടങ്ങാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് തീർക്കാം. അപ്പം നമ്മൾ ചിക്കൻ മേടിച്ചു തന്നിട്ടുണ്ടായെന്ന് പറഞ്ഞില്ല. അപ്പം ചിക്കനൊക്കെ ഒന്ന് പരട്ടി വെച്ചു കേട്ടോ, മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എന്നിട്ടാണ് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചില്ല. കാരണം ചാർജിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഫോണിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും വലിയ ചാർജ് കയറുന്നില്ല. ഇതിന് മൊബൈൽ ഷോപ്പിലൊന്നും കൊണ്ട് കൊടുക്കണം, എന്താണ് കാരണം എന്നറിയാനായിട്ട്. സ്ഥിരം ഇങ്ങനെ എടുക്കണോണ്ടായിരിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇനി ചിക്കൻ പകുതി വറുക്കണം, പകുതി കറി വെക്കണം കേട്ടോ. പിന്നെ അമ്മ നമ്മുടെ അരിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നൈസായിട്ടുള്ള പത്തിരി ഇല്ല, അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ചോറുണ്ട്, അത് മതി. പിന്നെ പായസം. ക്രിസ്മസ് ആയതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ എല്ലാ കൊല്ലം അങ്ങനെ ഒന്നും ഇതേപോലെ ഒന്നും ചെയ്യാറില്ല. എന്നാലും ഈ പ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം യാദൃശ്ചികമായി കേക്കൊക്കെ മുറിച്ചു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു ഞാൻ കാണിച്ചു. എൻ്റെ ഇടയ്ക്ക് കുറേ നേരം ഞാൻ കിടന്ന് ഉറങ്ങി. അതിനുശേഷം ഞാൻ പോയി മിൽക്ക് മെയ്ഡൊക്കെ വാങ്ങിച്ചത്. പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പായസമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കഴിയൂല കേട്ടോ. പിന്നെ ഞാൻ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം നമ്മൾ ചിക്കൻ കറി വറുത്താണ് വയ്ക്കുന്നത്. ചിക്കൻ കറിയൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അമ്മ അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അരിപ്പത്തിരിയില്ലേ, നൈസായിട്ട് ഉണ്ടാക്കുന്ന അരിപ്പത്തിരി, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്ന് രാവിലെ പറഞ്ഞെങ്കിലും ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ തക്കാളിച്ചോറ് വേണ്ട, അരിപ്പത്തിരി മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇത്തിരി കൂടുതൽ പൊടിയമ്മ കുഴച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതേ സുധിച്ചേട്ടൻ വന്നിട്ട് പായസം കൊടുത്തു. സുധിച്ചേട്ടൻ ഇച്ചിരി നേരത്തെ വന്നിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ നേരം കടയിലൊന്നും ഇരുന്നില്ല. അപ്പോഴേക്കും അച്ഛൻ മക്കൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നേരെ ഇങ്ങനെ ഇരുട്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് എനിക്കൊരു പ്രത്യേകിച്ചൊരു ബോധോദയം വന്നത്. തക്കാളി ചോറും കൂടെ വയ്ക്കാൻ. എന്തായാലും നമ്മുടെ കൈമ റൈസ് ഉണ്ടായിരുന്നു.
അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ടി തക്കാളി ചോറ് ഉണ്ടാക്കി. ഇതിൽ കുറവെന്ന് പറയാനായിട്ട് അണ്ടിപ്പരിപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഒഴിച്ചാൽ ബാക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം. നമ്മുടെ പേളിമാണിയുടെ തക്കാളി ചോറില്ല, അതാണ് കേട്ടോ ഞാൻ, കറക്റ്റ് അത് തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കുന്ന ചിക്കൻ വറുത്തതും നല്ല കട്ട തൈരുമാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. പത്തിരി എല്ലാം നമ്മ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ കേട്ടോ. പിന്നെന്തിട്ടാ, അപ്പം നമ്മുടെ തക്കാളി ചോറായിട്ടുണ്ട്, അതേപോലെ തന്നെ അരിപ്പത്തിരി ആയിട്ടുണ്ട്, ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ വറുക്കാനുണ്ട് കേട്ടോ, അത് വറുക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെന്തിട്ടാ, പപ്പടം ഇല്ല, പപ്പടം വറുക്കണം. അതേപോലെ തന്നെ പിന്നെ അച്ചാറും സാലഡും ആണ് ഉണ്ടാക്കാനുള്ളത്. അതൊക്കെ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇനി ഞാൻ പോയി മേല് കഴുകട്ടെ. വിളക്കത്തിക്കറ തോർത്തൊക്കെ തോളിലിട്ടാണ് തിക്കണത്. ആകെ ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ സുധിച്ചേട്ടനും പിള്ളേരും സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വരണേക്ക് മുന്നേ കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കണം കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുക, മേലൊക്കെ കഴുകുന്ന വിളക്കൊക്കെ കത്തിക്കട്ടെ കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച നേരം നല്ലോണം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് ഞാൻ പപ്പടം മേടിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മേലൊക്കെ കഴുകി നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. ഇനി നമുക്ക് എന്തുട്ടാ, പപ്പടം വറുക്കാനുണ്ട്, സാലഡ് ശരിയാക്കാനുണ്ട്, അത്ര ഉള്ളേ. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് പപ്പടം വറുത്തെടുക്കാം. അവരിതുവരെ വന്നിട്ടില്ല കേട്ടോ. വരുമ്പോഴേക്കും ഭക്ഷണം കൊടുക്കാമല്ലോ. എന്നിട്ട് ഞങ്ങളൊന്ന് കോട്ടപ്പുറം വരെ പോകുന്നുണ്ട്. ക്രിസ്മസ് ആയിട്ട് അവിടെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പപ്പടം വറുക്കാം. തൈരും ഈ ഒരു പപ്പടവും എല്ലാം കൂടി ആവുമ്പോഴാണ് അതിൻ്റെ ഒരു സൂപ്പർ ഒരു ടേസ്റ്റ് വരാം കേട്ടോ. നമ്മൾ എപ്പോഴും ഇതൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യും. എന്തായാലും ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിന് ഇങ്ങനെ ഒന്നും ആഘോഷിക്കാറില്ല കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, നമ്മുടെ കയ്യിൽ എല്ലാ ഐറ്റംസും ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഉപകാരപ്പെടുള്ള രീതിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. പക്ഷേ ഇതെല്ലാം കുട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിലും സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നെടുത്ത് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് നെയ്യുടെ ഒരു ഫ്ലേവറും കൂടെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മേലിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോഴേക്കും സുചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ വറുക്കാനായിട്ട് ഇടാണ് കേട്ടോ. ചിക്കൻ ചൂടോടുകൂടി വറുത്താലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ടിട്ട് ഞാൻ ചിക്കൻ വറുക്കാൻ പോവാണ്. അങ്ങനെ എന്ത് ചെയ്തു, 4 പീസ് എനിക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ ഏതെങ്കിലും കടയിൽ പോയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സുധിച്ചേട്ടൻ പ്രത്യേകം പറയും ഒരു ബിരിയാണിയിൽ ലെഗ് പീസ് വെച്ചോളൂ കേട്ടോ എന്ന്. കാരണം എനിക്ക് ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി കട്ടത്തൈര് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സവാളയും കൂടെ കുനുകുനാന്നരിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് നമ്മൾ യൂസ് ചെയ്യുന്ന, അടിപൊളി തൈരാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വറുത്തതൊക്കെ റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ആ വെള്ളം വാർത്ത് കളയണം കേട്ടോ, എന്നാലാണ് ആ ഒരു എണ്ണയിൽ കിടന്ന് അടിപൊളിയായിട്ട് മുരിയുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്തായിട്ടുണ്ട്. ആ റൈസിൻ്റെ കൂടെ ചിക്കൻ വറുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. ചിക്കൻ കറിനയിലൊക്കെ ടേസ്റ്റ് ചിക്കൻ വറുത്തതും കൂടെ കൂട്ടിക്കഴിക്കുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്തത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മ തുമ്പിനെയും സുക്കുറിനെയും റെഡിയാക്കാണ്. തുമ്പിനെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ തുമ്പി ഞങ്ങൾ പോകുമ്പോഴേക്കും ഉറങ്ങിപ്പോയി. ഞങ്ങൾ കോട്ടപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഇത്തരം വിഭവങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ എന്തുകൊണ്ടൊരു ഇല തിന്നൂടാ? ഇലയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ സുഭിക്ഷമായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലയും കൂടെ വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഓണത്തിനാണ് ശരിക്കും ഇലയൊക്കെ വെട്ടി സദ്യ ഉണ്ടുന്നത്. ക്രിസ്മസിനായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ക്രിസ്മസിന് ചീത്തൊന്നും പറയില്ല. നമുക്ക് ഇല മുറിക്കാം കേട്ടോ. വീഡിയോ സ്റ്റാൻഡൊക്കെ വെച്ച് ഇല പറിക്കാൻ പോയപ്പോൾ അത് അവിടെ ഒന്ന് സ്ലിപ്പായി വീഴാൻ പോയതാണ് കേട്ടോ. അതാ തൊങ്ങി പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ പട്ടവും തല്ലി നിലത്തോട്ട് വീണേനെ. പിന്നെ നമ്മുടെ ബാക്കിൽ നല്ലോണം വാഴയില ഉള്ളതുകൊണ്ട് നമുക്ക് വാഴയില തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തിന്നാവേ. ഇപ്പോൾ 2ാമത്തെ ഇല നോക്കി കഴിഞ്ഞപ്പോൾ നല്ല പൊട്ടാത്ത ഇല ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊട്ടാത്ത ഇല സൂചേട്ടനും കൊടുത്തിട്ട് ഈ ഒരു ഇല ഞാനും തിന്നാമെന്ന് വിചാരിച്ചു. ഇലയെ തിന്നുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ബിരിയാണി ഇലയെ തിന്നിട്ടുണ്ടോ, അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കൊടുങ്ങല്ലൂർ വിംബീസിൽ നിന്ന് നമ്മൾ ബിരിയാണി വാങ്ങിക്കുകയാണെങ്കിൽ അവർ ഇലയിൽ പൊതിഞ്ഞിട്ടായിരിക്കും കേട്ടോ തരാം. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഇലയൊക്കെ വെട്ടി ഞാൻ ഇലയൊക്കെ കഴുകി ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് വിഭവങ്ങൾ. ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, തക്കാളിച്ചോറ്, പിന്നെ അരിപ്പത്തിരി, പിന്നെ സാദാ ചോറ്, പപ്പടം, തൈര് എല്ലാം കൂടെ കൂട്ടി എൻ്റെ പൊന്നോ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയണല്ല, എനിക്ക് പത്തിരിനേൽ ഇഷ്ടം തക്കാളി ചോറാണ് കേട്ടോ. എനിക്ക് ഈ റൈസ് ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം. എന്നാലാണ് എനിക്ക് വയറ് നിറഞ്ഞതായിട്ട് തോന്നുള്ളൂ. കോട്ടപ്പുറത്തൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഞാൻ സുക്രവും സൂചേട്ടനും മാത്രമേ ഉള്ളൂ. അമ്മയും തുമ്പി വിടുകയാണ് കേട്ടോ. തുമ്പി ഉറങ്ങിപ്പോയി. പിന്നെ അമ്മ ഓൾറെഡി വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം.
അവിടെ ആൾക്കാരുണ്ടാവും. ഇപ്പം 8 മണിയായിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ഭക്ഷണം 7 മണിക്ക് കഴിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. 8 മണിയായിട്ടുള്ളൂ. എന്തിനാ പറയണ്ടേന്നൊരു പിടുത്തമില്ല. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ പോകാൻ വേണ്ട കോട്ടപ്പുറം ഇല്ലേ, കോട്ടപ്പുറം എൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെയാണ് പോകുന്നത്. പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ വീട് അലങ്കരിച്ചിട്ടുള്ളത്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ജസ്റ്റ് ലൈറ്റ് സെറ്റിംഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതും സുധിച്ചേട്ടൻ ക്രിസ്മസിൻ്റെ തൊട്ട് തലേ ദിവസം ശരിയാക്കിയതാണ്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചിട്ടുള്ള ലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫ്യൂസായെന്ന് വിചാരിച്ചു, പിന്നെ കുത്തി നോക്കിയപ്പോൾ ലൈറ്റ് ഓൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ റോട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മുടെ കോട്ടപ്പുറം പള്ളിയിലൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ നിറയെ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഓരോ ഭംഗികളായിരുന്നു കേട്ടോ, ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും. ഇത് നമ്മുടെ കോട്ടപ്പുറം ചന്തയുടെ അടുത്തുള്ളൊരു വീടാണ്. ഫുൾ അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ അതേ കോട്ടപ്പുറം പള്ളിയിൽ കണ്ടില്ലേ, എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറം തന്നെ നമ്മുടെ കോട്ടപ്പുറം സ്കൂളാണ്, എൻ്റെ സ്കൂളാണ്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഞാൻ സുക്രനോട് പറയായിരുന്നു, ഇത് അമ്മ പഠിച്ച സ്കൂളാണെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ എന്ത് ഭംഗിയാണ്, എല്ലാം നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിരുന്നു. ക്രിസ്മസ് അപ്പൂപ്പനായാലും പുൽക്കൂടായാലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ആടിനെയൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്നല്ലേ. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ചിത്രങ്ങളായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിത് ഇവിടെ കപ്പേളയിലൊക്കെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, എന്തോരം മെഴുകുതിരി കത്തിച്ചിട്ടുള്ള കപ്പേളായിരുന്നു. പണ്ട് ട്യൂഷന് പോകുമ്പോൾ അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരുപാട് മെഴുകുതിരികൾ നേരെ വരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലം, ആ കാലം മതിയായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ അവിടെയൊക്കെ മൊത്തം ചുറ്റിക്കറങ്ങി. അപ്പോൾ സുചേട്ടൻ പറഞ്ഞു പള്ളിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറായിരുന്നു എന്ന്. അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ഭയങ്കര ഒരു സമാധാന അന്തരീക്ഷം കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ എനിക്കിവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ ഉണ്ണിയേശു എന്ത് രസമാണല്ലേ കാണാനായിട്ട്. അങ്ങനെ അവിടെയൊക്കെ കണ്ടു. പിന്നെ അതേ സുക്രൂനൊരു ഫ്രണ്ടിനെ കിട്ടി. അവർ തമ്മിൽ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു കേട്ടോ. അതിന് ശേഷം അവിടെയൊക്കെ തൊഴുതിന് ശേഷം നമ്മളിത് പുറത്തോട്ട് ഇറങ്ങാൻ, ഇനി കോട്ടപ്പുറത്തോട്ട് പോകണം. ഹലോ, അപ്പോൾ ഇതേ നമ്മൾ കോട്ടപ്പുറം പള്ളിയിൽ എന്നിരിക്കുകയാണ്. ഇവിടെ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളൊട്ടും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്തായാലും വന്നത് നന്നായെന്ന് തോന്നിപ്പോയി. അത്രക്ക് ഭംഗിയായിട്ട് കാണാനായിട്ട്. കണ്ടില്ലേ, മൊത്തം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. സൂപ്പറാണ്. മറ്റേ പുൽക്കൂടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, കുറച്ച് നേരം വൈകിയതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തോന്നണം ഇവിടെ കണ്ടിട്ട് എല്ലാവരും നമ്മുടെ അവിടെ പുഴനിലാവ് കാണാനായിട്ട് പോയിട്ടുണ്ടാവും. അവിടെ ഉണ്ടാവും ഇനി ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇതൊന്ന് കണ്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പുഴനിലാവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു മണ്ടത്തരം പറ്റി, വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നല്ലോ. വണ്ടി ഇതങ്ങ് ദൂരെ വെച്ചിരിക്കണം. അപ്പോൾ അവിടേക്ക് നടന്ന് പോട്ടെ കേട്ടോ. പള്ളിയുടെ ഉള്ളിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ കാണിച്ചതില്ലേ. അപ്പോൾ പിന്നെ ന്യൂ ഇയറിന് ഇതല്ലേ, ഇതിൻ്റെ അപ്പുറത്തെ സൂപ്പറായിരിക്കും ന്യൂ ഇയറിന് കൗണ്ട് ഡൗണും കാര്യങ്ങളും DJ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പുഴനിലാവിൽ കേട്ടോ. അന്നും വരണം. അങ്ങനെ നോക്കി ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു നൊസ്റ്റു പ്ലേസ് ആണ്. കാരണം 1 മുതൽ 10 വരെ പഠിച്ചത് കോട്ടപ്പുറത്താണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നൊസ്റ്റുമാണ്. പഠിച്ച സമയത്തിനേക്കാളും കുറച്ചും കൂടെ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇതിൽ കൂടെ വന്ന് പോകുമായിരുന്നു. ഇപ്പം അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കാം. അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് പുഴനിലാവിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. നമ്മുടെ പുഴനിലാവിൽ നല്ല തിരക്കുണ്ടാവുമെന്ന് എനിക്ക് നല്ലോണം അറിയാം കേട്ടോ. കാരണം അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം പുഴയുടെ സൈഡും കാറ്റും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു അടിപൊളി വൈബാണ്. അവിടെ നല്ല ആൾക്കൂട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് നോക്കാനായിട്ട് നമ്മൾ പോവാണ്. ഏതങ്ങ് ദൂരെ ഭയങ്കര ഒരു ആൾക്കൂട്ടം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തായിരുന്നെന്നറിയോ, നമ്മുടെ ബോയ്സിലെ ക്യാമ്പായിരുന്നതുകൊണ്ട് പിള്ളേരുടെ. അപ്പോൾ ഓരോരുത്തർ ഡാൻസ് അറിയുന്നവർ ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ടറിയാവുന്നവർ പാട്ട് പാടുന്നുണ്ട്. അതേപോലെ തന്നെ കരാട്ട അതിൻ്റെയൊക്കെ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ സുക്രൂനെ അവിടെ ചെന്നാൽ ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ ബലൂണൊക്കെ കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്തു, അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടേക്ക് ഒന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നാൽ തിരക്കുണ്ടാവുന്നു. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബോയ്സിലെന്തോ ക്യാമ്പാണെന്നുകൊണ്ട് പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് നേരം കണ്ടു. പിന്നെ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ച് വന്നതുകൊണ്ട് ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും വാങ്ങിക്കുന്ന കാര്യമില്ല. ഒന്നും കഴിക്കാൻ തോന്നില്ല, ഒന്നും കുടിക്കാനും തോന്നണില്ല. ഭക്ഷണം നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കേട്ടാ. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ തേരാപ്പാര നടക്കാനും ഒരു സുഖമുണ്ട്. ഒരു നേരിയ തണുപ്പുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ക്രൗഡഡും ആണ് കേട്ടോ. മോമോസിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതാണ് നീ മോമോസ് അടാ.
ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്, ജ്യൂസ് കൊടുക്കാനും ഷേക്ക് കൊടുക്കാനും എല്ലാം. അപ്പം നമ്മൾ വന്നിട്ടൊന്നും കഴിച്ചില്ലെന്ന് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു മൊജീറ്റോ പറഞ്ഞു. അടിപൊളി മൊജീറ്റോ ആയിരുന്നു കേട്ടോ. നമ്മുടെ മോമോസ് മേടിച്ച കടയിൽ നിന്നായിരുന്നു കേട്ടോ മൊജീറ്റോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 100 രൂപയാണ് കേട്ടോ സാധനത്തിന്. കുറച്ചുണ്ടായിരുന്നുള്ള നല്ല 100 രൂപയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ ഒരു മൊജീറ്റോ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവല്ലേ. സുക്രുവിൻ്റെ മൊജീറ്റോൻ്റെ കടയിൽ ചെന്നപ്പോൾ അവിടെ ഉള്ള കുറേ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. സുക്രു തിന്നൂല്ല, പിന്നെ മേടിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം അതിൻ്റെ കുറച്ച് അടച്ചിലാണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇനി ന്യൂ ഇയറിന് വരാമെന്ന് വിചാരിക്കാം. ഹലോ, അപ്പോൾ അതേ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇനി ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. അതിനു മുന്നേ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.